വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുളകും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്കാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ക്രഞ്ചിയും അകമേ നല്ല സോഫ്റ്റുമാണ്. ടേസ്റ്റ് ആണെങ്കിൽ പറയണ്ട, എരിവും മധുരവും കൂടി ചേർന്നിട്ട് വേറെ ലെവൽ ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ മാഷറോ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫോക്കോ എന്ത് കുന്തം വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ 2 ചെറിയ പഴത്തിനെ ഉടച്ചെടുക്കാൻ എൻ്റെ ഈ കയ്യിലെ വിരൽ തന്നെ മതി. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ച പഴത്തിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ കഥാനായിക പച്ചമുളക്. 2 പഴമല്ലേ നമ്മളെടുത്തത്, അപ്പോൾ 2 പച്ചമുളക് എടുക്കുക, ജോഡിക്ക് ജോഡി, അതല്ല അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ലവ് സ്റ്റോറി ആകുമ്പോൾ കുറച്ച് മസാലയൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെയാണ് ചേർത്തത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം. എന്ന് വെച്ച് ഒരുപാട് മസാല കുത്തിക്കയറ്റി ഓവറാക്കണ്ട. നമ്മളെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരം തന്നെ ആവണം ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ പിന്നെയും കുഴച്ച് നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് ഓരോ ഉരുളകളെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളെടുത്തിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുമാതിരി ആക്കിയെടുക്കാം. ഈ പഴം ഞാൻ ആവിയിലാണ് വേവിച്ചത്, അതുകൊണ്ട് ജലാംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈസി ആയിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ശേഷം ഷേപ്പ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി നേരത്തെ ചേർത്ത പോലെ തന്നെ, പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ മാവൊന്ന് കലക്കിയെടുക്കുമ്പോഴേക്കും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ നല്ല തിക്കായിട്ടുള്ളൊരു മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അവിലാണ്. അവിൽ നമ്മളെടുത്തിട്ട് ഇതാ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആ വലിയ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്താൽ മതി. ഓരോ അവിലും ഒരു 2 കഷ്ണമൊക്കെ ആക്കിക്കോട്ടെ. അങ്ങനെ പൊടിച്ചെടുത്തതാണിത്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഓരോ പഴത്തിൻ്റെ നമ്മൾ പഴം കൊണ്ട് റെഡിയാക്കി വെച്ചില്ലേ, ഷേപ്പാക്കി വെച്ചില്ലേ, അത് ഓരോന്നും ഈ മാവിൽ മുക്കിയതിന് ശേഷം ഈ അവിൽ കൊണ്ടൊന്ന് കോട്ട് ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അവിലിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സോ ഓട്സോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അവിലെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് ഉള്ള റെസിപ്പീസ് കാണിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അവിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അവിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് ഈ പഴത്തുമ്മൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഇടുമ്പോൾ അവിലൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഞാനിത് അവിലുകൊണ്ട് കോട്ട് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാൻ വിട്ടുപോയിരുന്നു ആദ്യത്തെ ബാച്ച് പൊരിച്ചപ്പോൾ. അതുകൊണ്ട് കുറച്ച് അവിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ബാച്ചിലൊക്കെ ഞാൻ നന്നായിട്ട് അമർത്തി കൊടുത്തതുകൊണ്ട് പ്രശ്നമില്ലാതെ നല്ല ഈസി ആയിട്ട് തന്നെ നല്ല ക്രഞ്ചി സ്നാക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഇതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും കണ്ടില്ലേ, നല്ല ക്രഞ്ചി ക്രിസ്പി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം വെച്ച് പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഈ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഡാർക്ക് ബ്രൗൺ ആയി കിട്ടുള്ളൂ. ഇപ്പോൾ നേന്ത്രപ്പഴത്തിനൊക്കെ നല്ല വിലക്കുറവുള്ള സമയമാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ്. ഇനി നിങ്ങൾക്ക് പഴം പുഴുങ്ങി ഉടക്കാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇത് പഴംപൊരിക്ക് മുറിക്കുന്നത് പോലെ പഴം മുറിച്ചതിന് ശേഷം നമ്മുടെ ബാറ്ററിലും പിന്നെ അവിലും കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ്. ഇതും നല്ല ക്രിസ്പി തന്നെയാണ്. പിന്നെ നമ്മുടെ പഴവും പച്ചമുളകും ചേർന്നിട്ടുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ഇതിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.